മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്നലെ നമ്മുടെ ലോക രാജ്യങ്ങളുടെ സംഘടന, ഇതിപ്പോൾ രണ്ടാമതുണ്ടായതാണ്, ഐക്യരാഷ്ട്രസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസ്, അതിൻ്റെ പൊതുസഭ ജനറൽ അസംബ്ലി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഇന്നലെ വന്നു. അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ അന്താരാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള കാരണം. ഈ ജനറൽ അസംബ്ലിയിൽ, പൊതുസഭയിൽ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഒരു പ്രഖ്യാപനം നടത്തി. ലോകത്ത് പതിറ്റാണ്ടുകളായി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അതിൻ്റെ രാഷ്ട്രപദവി നൽകുന്ന കാര്യത്തിൽ ഫ്രാൻസ് എന്ന അംഗീകാരമാണ്, അനുകൂലമാണ്, അത് സമ്മതിക്കുന്നു, ആ രാഷ്ട്രപദവിയെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ലോക രാഷ്ട്രീയത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും വലിയ ഒരു ചരിത്രപരമായ മാറ്റം തന്നെ സൃഷ്ടിക്കുന്ന പ്രഖ്യാപനമാണ്. ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളിൽ 4/3 ഭാഗവും രാജ്യങ്ങളും ഇപ്പോൾ പാലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായ അതിൻ്റെ അംഗസംഖ്യ പറഞ്ഞാൽ 193 രാജ്യങ്ങളിൽ 145 രാജ്യങ്ങളും UN അംഗങ്ങളായിട്ടുള്ള 145 രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. അവിടെ ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയാണെങ്കിലും ജനാധിപത്യമല്ല, അവിടെ വീറ്റോ പവറുണ്ട്. പ്രധാനപ്പെട്ട വൻകിട രാഷ്ട്രങ്ങൾക്കൊക്കെ, അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം അവിടെ വീറ്റോ പവറുണ്ട്. ആ വീറ്റോ പവർ ഉപയോഗിച്ച് ഏത് പ്രമേയത്തെയും അസാധുവാക്കുവാൻ അവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് 193 രാജ്യങ്ങളിൽ 145 രാജ്യങ്ങളും, അതായത് 3/4 രാജ്യങ്ങളും ഫലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചിട്ടും അത് UN തീരുമാനമായി, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമായി പുറത്തു വരാത്തതിൻ്റെ കാരണം അതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് UN ജനറൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആൻ്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്, രാഷ്ട്രപദവി എന്ന് പറയുന്നത് പാലസ്തീനികൾക്ക് ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ് എന്നാണ്. ഈ പ്രസ്താവനയും ജനറൽ അസംബ്ലിയിലാണ് നടത്തിയത്. ഇതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. UK, അതായത് ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നിവർ നേരത്തെ തന്നെ ഫലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിച്ച രാജ്യങ്ങളാണ്. അതിന് തൊട്ടു പിന്നാലെ അൻഡോറ, ബെൽജിയം, ലക്സംബർഗ്, മാൾട്ട, മൊണാക്കോ എന്നീ രാജ്യങ്ങളും ഫലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ വൻകിട രാഷ്ട്രങ്ങളായിട്ടുള്ള ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഈ 3 രാജ്യങ്ങൾ എതിർപ്പാണ് ഇതിനോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളെന്ന് വിളിക്കാവുന്ന, അതാണ് നേരത്തെ പറഞ്ഞ UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, അവരൊക്കെ ഫലസ്തീനെ രാഷ്ട്രമായി, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അതിന് രാഷ്ട്രപദവി നൽകുന്നതിനെ ഔദ്യോഗികമായി അംഗീകരിച്ച് ഇതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് പതിറ്റാണ്ടുകളായി തുടരുന്ന വിദേശ ചരിത്രപരമായ ബന്ധങ്ങളിലെ, ഡിപ്ലോമാറ്റിക് മിഷനുകളുടെ, നയതന്ത്രപരമായ ദൗത്യങ്ങളിലെ ഒരു വഴിത്തിരിവ് കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇന്ന് പ്രത്യേകം നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഇനി ഇന്ത്യയാണെങ്കിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളുടെ ചരിത്രപരമായ കാര്യത്തിലേക്ക് നോക്കിയാൽ 1947 ഫലസ്തീൻ വിഭജനത്തിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു. ഫലസ്തീനെ രണ്ടാക്കി വിഭജിക്കുന്നതിനെതിരായിട്ട് ഇന്ത്യ വോട്ട് ചെയ്യുകയുണ്ടായി. 1974 ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറാഫത്തിൻ്റെ PLO എന്നറിയപ്പെട്ടിരുന്ന സംഘടനയെ ഇന്ത്യ അംഗീകരിച്ചു. 1988 ഫലസ്തീൻ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ളതാണ്. എന്നാൽ 1950 ഇന്ത്യ ഇസ്രയേലിനെ അംഗീകരിച്ചെങ്കിലും 1992 വരെ യാതൊരു വിധമായ നയതന്ത്ര ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫലത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എക്കാലത്തും ഫലസ്തീനോടൊപ്പമായിരുന്നു. അവരുടെ രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു. എന്നാൽ 92 വരെ നമുക്ക് യാതൊരു വിധമായ നയതന്ത്ര ബന്ധവും ഇല്ലായിരുന്ന ഇസ്രായേലിനോട് 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൊലപാതക പരമ്പരയാണ് സൃഷ്ടിച്ചത്. അതിനെതിരെ 92 ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, 2023 പിന്നീടത് നമ്മുടെ നയതന്ത്രപരമായ ബന്ധം ഇസ്രായേലുമായി തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഹമാസിൻ്റെ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ നിലപാട് തുടരുമ്പോൾ തന്നെ ഫലസ്തീൻ്റെ രാഷ്ട്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഗസയിലെ കൂട്ടക്കുരുതി, ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 62,000-ത്തിലധികം ആളുകളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അവസാനം വന്ന കണക്ക്. എന്തായാലും ഇസ്രായേൽ അധിനിവേശമില്ലാത്ത, ഇസ്രായേലിൻ്റെ സ്വാധീനമില്ലാത്ത, ഇസ്രായേൽ പിടിച്ചടക്കപ്പെടാത്ത ഒരു പ്രത്യേക ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ഫലസ്തീൻ രാഷ്ട്രം, സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ എങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിലും മധ്യപൂർവ്വ ദേശത്തുമൊക്കെ സമാധാനം നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള ഇന്ത്യയുടെ നിലപാടിനോട് പടിഞ്ഞാറൻ ലോകം ഒടുവിൽ ഒത്തുചേരുന്ന കാഴ്ചയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അനധിവിദൂര ഭാവിയിൽ ഫലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പം ഇന്നിപ്പോൾ അത് സങ്കല്പമല്ലാതെ ആയി മാറിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി തീരും എന്ന പ്രത്യാശയോടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.